ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗോവിന്ദനാണെങ്കിൽ എവിടെ നോക്കിയാലും ഗീതു അടുത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നുക. ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ, എന്തുവാടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് കണ്ണാടി നോക്കി സംസാരിക്കുക. എന്തായാലും ഇന്നത്തോടെ ഇനി ഇവിടെ കിടക്കാൻ പറ്റില്ല, ഗീതുവിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് റെഡിയാവുകയാണ്. റെഡിയായതിനു ശേഷം ഗോവിന്ദ് വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലിറങ്ങിയതും രാധികയും വരുണോ അവിടെ നിൽക്കുക. അല്ല നീ ഇതെങ്ങോട്ടാ കണ്ണാ എന്നും രാധിക ചോദിക്കുകയാണ്. അത് പിന്നെ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ലമ്മേ. അതെന്താ ഇവിടെ ഇരുന്ന് നിനക്ക് എന്താ കുഴപ്പം? ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്തോ പോലെ, അതുകൊണ്ട് ഇത്തിരി നേരം കറങ്ങാമെന്ന് വിചാരിച്ചു. അതിനെന്താ, വാ നമുക്ക് കറങ്ങാൻ പോവാം. അത് വേണ്ട, ഞാൻ മഹേഷിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മഹേഷിനോടോ? അതെന്തിനായിട്ടാ ഈ പാതിരാത്രി അയാളോട് വരാൻ പറഞ്ഞേ? നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ. അത് വേണ്ട, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് കരുതിയതാ. പിന്നെയാണ് ഒരു കൂട്ടിന് മഹേഷിനെ വിളിച്ചത്. ഇനിയിപ്പോൾ വിളിച്ച സ്ഥിതിക്ക് അവനോട് വരണ്ടെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയിക്കോളാം. മനസ്സിലാവുന്നുണ്ട് കണ്ണാ. പക്ഷേ നിനക്ക് പുറത്തു പോയാൽ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. എന്നാൽ എനിക്കും എൻ്റെ മോനും നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. മോനെ, എന്താ ഒരാപത്ത് സംഭവിക്കാതെ തിരിച്ചു വരണേ. ഒരു കാര്യം ചെയ്യ്, ഷിബുവിനെയും കൂട്ടിയിട്ട് പോ. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. പോകുമ്പോൾ ഏട്ടന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വരുമ്പോൾ ഏട്ടൻ ഭയങ്കര നാലുകാലിൽ വരുന്നോണ്ട് ഷിബുവിനെ വിളിക്കുന്നതല്ലേ നല്ലത്. വേണ്ടടാ, ഞാൻ പോയിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും ഗോവിന്ദ് പറയണം. മോനെ, എന്നും നമുക്ക് നമ്മളെ ഉണ്ടാവും. നിനക്ക് ഞാനും വരുണും ഒക്കെയുണ്ട്. ഗീതു അവൾ പാതിയിൽ വന്നവളാ, അവൾ പാതിയിൽ തന്നെ പോയിക്കോട്ടെ, നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ശരി, എന്നാ മോൻ പോയിട്ട് വാ. അമ്മ മോനെ തടയുന്നില്ല. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ അങ്ങ് പോവുകയാണ്. ഗോവിന്ദ് പോയി കഴിഞ്ഞത് രാധിക, കിഷോറും ഗീതവും തമ്മിൽ അടുപ്പമുള്ള കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ തെളിവ് ഉടനെ കണ്ടുപിടിക്കണം. കോടതിയിൽ ഡിവോഴ്സിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടും. അതൊക്കെ ഞാൻ ചെയ്തോളാം, അമ്മ ധൈര്യമായിട്ടിരിക്കും. എന്തായാലും ഇപ്രാവശ്യം ഗീതുവും ഗോവിന്ദേട്ടനും തമ്മിൽ പിരിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കേട്ടതും ഭയങ്കര സന്തോഷമായി രാധികയ്ക്ക്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഗീതു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കിടന്നോ ഗീതു? ശരി രഞ്ജു, നീയും കിടന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാൻ പോകുമ്പോഴേക്കും കതകിൽ ആരോ തട്ടുന്ന ശബ്ദം. ആരോ വിളിക്കുന്നുണ്ടല്ലോ, സിസ്റ്ററോ ഡോക്ടറോ ആരെങ്കിലും ആയിരിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോയി വാതിൽ തുറന്നതും വരുന്നടാ ഗോവിന്ദനെ കണ്ടതും കണ്ണേട്ടൻ എന്താ ഈ പാതിരാത്രി ഇവിടെ? ശരിയാവില്ല, ഞാനവിടെ ഒറ്റയ്ക്കിരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നി, പ്രത്യേകിച്ച് നിങ്ങളിവിടെ ഒറ്റയ്ക്കുള്ളപ്പോൾ. എന്താ കണ്ണേട്ട ഈ പറയുന്നേ? എന്താ പറ്റിയേ? എനിക്ക് കാര്യം പിടികിട്ടി. എന്താ രഞ്ജു? ഭർത്താവിന് ഭാര്യയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ ഇരുന്നോളാം, എനിക്കിവിടെ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും നമുക്കിവിടെ കിടക്കാം. ഇവിടെ എങ്ങനെ ഒരുമിച്ച് കിടക്കും? ഈ കട്ടിലിൽ ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലമല്ലേ ഉള്ളൂ. സാരില്ല, ഇത് നല്ല വൃത്തിയുള്ളതറിയല്ലേ. ഇവിടെ ബെഡ്ഷീറ്റ് വിരിച്ച് നമുക്കിവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. എൻ്റെ ഗോവിന്ദേട്ടാ, ഭാര്യയെ കാണാതെ ഭാര്യ മുറിയിലില്ലാതെയും അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ? എൻ്റെ രഞ്ജു, നീ പറഞ്ഞത് സത്യ. ഒരു സമാധാനമില്ല, പേടി. ആ കിഷോർ എന്ന് പറയുന്നവൻ വന്ന് വല്ലതും ചെയ്യുമെന്നുള്ള പേടി. എൻ്റെ കണ്ണേട്ടാ, ഇതൊക്കെ കണ്ണേട്ടൻ്റെ വെറും തോന്നല. ഇവിടെ ഹോസ്പിറ്റലിൽ ആര് വരാനാ? അത് മാത്രമല്ല, ഇവിടെ ഒരു കുഴപ്പം സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭദ്രനെയാണ്. ഭദ്രനാണെങ്കിൽ മുട്ട ഓംപ്ലേറ്റും ഇതൊക്കെ കുടിച്ചിട്ട് ഒരു ഇതും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വിലാസിന് ചോദിക്കുക, അല്ല പ്രിയേ, ഇതെന്താ നീ അയാൾക്ക് കൊടുത്തത് ശരിയായില്ലെന്ന് തോന്നുന്നു. അയാൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അതേ അമ്മേ, അച്ഛന് നല്ല പവറുണ്ട്, നല്ല സ്ട്രോങ് അച്ഛൻ്റെ ബോഡി. അല്ലെങ്കിൽ ഒരു വായ കുടിക്കുമ്പോൾ തന്നെ വയറിന് പണി കിട്ടേണ്ടതാ. എന്തായാലും അച്ഛനെ ആ കഴിക്കുന്ന ഓംപ്ലേറ്റിൽ ഞാൻ പണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഉറപ്പായിട്ടും പണി കിട്ടും. നീ ഇയാൾ കൊള്ളാലോടി. പിന്നെ അല്ലാതെ അങ്ങേർക്ക് ഇത്തിരി വയറിളകണം, എന്നാലും അങ്ങേര് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഭദ്രനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വിലാസിനെ അങ്ങോട്ടില്ല. ഭദ്രേട്ടാ, ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണേ. അതെന്താടി വിലാസിനെ ഈ നേരത്ത് കുളിക്കാൻ പോകുന്നേ? ഇനി വല്ല ഐശ്വര്യ റായി ആകാൻ പോവുകയാണോ? ഞാൻ ഐശ്വര്യ റായി അല്ലെങ്കിലും നിങ്ങൾ അഭിഷേക് ബച്ചനാണല്ലോ എന്നും നമ്മുടെ വിലാസിനെ. ഇത് കേട്ടതും ഭദ്രൻ, ഞാൻ അഭിഷേക് ബച്ചനാവോടി, അധികം താമസിക്കാതെ തന്നെ ഞാൻ അഭിഷേക് ബച്ചനാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭദ്രന് വയറിലെന്തോ ഒരു അസ്വസ്ഥത. വയറിലെന്തോ ഒരു അസ്വസ്ഥതയുണ്ടല്ലോ. എന്താ സംഭവിച്ചേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. തോന്നിയതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ വീണ്ടും എടുത്ത് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയ എന്ത് ചെയ്തു? ഓടിപ്പോയി പ്രിയയുടെ റൂമിലുള്ള ബാത്റൂമിലും കയറി. അപ്പോഴേക്കും വിലാസിനിയുടെ അടുത്ത് നിന്നിട്ട് ഭദ്രൻ, വിലാസിനിയെ ഒന്ന് വാതിൽ തുറന്നേ. എന്താ ഭദ്രേട്ടാ,
ഞാൻ കുളിക്കുമല്ലേ. പിന്നെ എങ്ങനെ ഞാൻ വാതിൽ തുറക്കുന്നേ? അത് സാരില്ല, ഞാനേ ഒരു മൂലയ്ക്കിരുന്ന് കക്കൂസെ പോയിക്കോളാം, നീ ഒന്ന് വാതിൽ തുറക്ക്. വൃത്തികെട്ട മനുഷ്യൻ, നാണോ ഇല്ലേ? ഒരാൾ കുളിക്കുമ്പോഴാണോ കക്കൂസെ പോകുന്നത് എന്ന് വിലാസിന് ചോദിക്കാം. അല്ല, ഇത്ര നേരം നിങ്ങൾക്ക് മുട്ടിയില്ലേ, ഇപ്പം എന്താ ഞാൻ കുളിക്കാൻ കയറുമ്പോഴാണോ മുട്ടുന്നത്? അത് പിന്നെ വിലാസിനെ, ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. നീ ഒന്ന് വേഗം ഇറങ്ങ്, ഞാനിപ്പോൾ കയറിയതേ ഉള്ളൂ, ഇറങ്ങാൻ വൈകും എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി കുളിക്കുക. അപ്പോഴേക്കും ഭദ്രനോടി പ്രിയയുടെ അടുത്ത് മുറിയിലെത്തി. അതെ, ഇതും പൂട്ടിയിരിക്കുകയാണല്ലോ, ഇതിനകത്ത് ആരാ? ഞാനാ അച്ഛാ. മോളെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്. അച്ഛാ ഞാൻ കുളിക്കുക. എന്തിനാ മക്കളെ നിങ്ങളെല്ലാവരും ഈ പാതിരാത്രി ഇങ്ങനെ കുളിക്കുന്നേ? അതെന്താ അച്ഛാ, കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ എന്നും പ്രിയ. ഇത് കേട്ടതും എന്താ ചെയ്യുക, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ വിനോദിന്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ആ ബാത്റൂം പൂട്ടിയിട്ടിരിക്കുക. ഇതിനകത്തും ആരും ഉണ്ട്. അയ്യോ, ഒന്ന് വേഗം ഇറങ്ങ്. അച്ഛൻ ആരോടെ സംസാരിക്കുന്നേ? ഈ ബാത്റൂമിനകത്ത് ആരാടാ? അതിലാരുമില്ല അച്ഛാ, അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുവല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, എൻ്റെ പൊന്നുമോനെ ഒന്ന് തുറക്ക്. അതെന്തിനാ തുറക്കുന്നേ? ആ ബാത്റൂം ലീക്കാണെന്നും പറഞ്ഞ് പ്രിയെ പൂട്ടിയിട്ടത്. ബാത്റൂം തുറന്നില്ലെങ്കിൽ ഇപ്പം ഇവിടെ മുഴുവനും ലീക്കാവും. തുറക്കടാ. അയ്യോ അച്ഛന് എന്താ പറ്റിയേ? എടാ ഒന്ന് തുറക്കാൻ. ഈശ്വര, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ വെളിയിലേക്ക് ഓടുക. ഈ അച്ഛനിതെന്താ പറ്റിയത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴേക്കും വെളിയിൽ കുറേ ആൾക്കാരുടെ അടി കൊള്ളുക. അടി കൊണ്ടത് ഭദ്രനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അയ്യോ, അച്ഛൻ ആരുടെയോ കയ്യിൽ നിന്ന് അടി കൊള്ളുവാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ നോക്കിയിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് വരിക നമ്മുടെ വിനോദും പ്രിയയും കൂടെ ചേർന്ന്. പ്രിയ നീ പിടിക്കണ്ട, വിട്ടോ എന്നും പറയുക. ഒന്ന് കക്കൂസെ പോകാൻ പോയതാണോ ഞാൻ ചെയ്ത് ഇത്രയും വലിയ തെറ്റ്? അപ്പോഴേക്കും ഭദ്രനെ അവിടെ കൊണ്ടിരുത്തി. അച്ഛന് കക്കൂസെ പോണോ എന്നും പ്രിയയുടെ ചോദ്യം. ഇനി പോകണമെന്ന് തോന്നുന്നില്ല മോളെ, കാരണം അവന്മാരുടെ ഒറ്റ ഇടിയിൽ എല്ലാം ബ്ലോക്കായെന്നാണ് തോന്നുന്നത്. എന്താ അച്ഛാ, എന്താ പറ്റിയത്? അപ്പോൾ വിലാസിനി, അയ്യോ എൻ്റെ ഭദ്രേട്ടന് ഇതെന്താ പറ്റിയേ എന്നും ചോദിച്ചുകൊണ്ട് വരിക. ഒന്നും പറയണ്ടടി വിലാസിനി, ഒന്ന് കക്കൂസെ പോകാൻ നോക്കിയതാ, ഒരു ലോറി വന്ന് പാഞ്ഞു കയറി. ലോറി കയറിയോ? പാണ്ടി ലോറിയോ? എന്നിട്ടും നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ മനുഷ്യ, ലോറി കയറിയിട്ടും നിങ്ങൾക്ക് ഇത്രയൊക്കെ സംഭവിച്ചോളൂ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും നീ എന്നെ കളിയാക്കുവാണല്ലേ? കളിയാക്കിക്കോടി, കളിയാക്കിക്കോ. അതെ, നിങ്ങൾക്കിത് കിട്ടണം മനുഷ്യ. എന്നെ എന്തോരം നിങ്ങൾ വേദനിപ്പിച്ചു. എനിക്ക് തലവേദന എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കിയതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതല്ല ഇതിനപ്പുറവും കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനി കളിയാക്കുക. എന്തായാലും കക്കൂസെ പോകുന്നെങ്കിൽ പോയിക്കോ, ഞാൻ കുളിച്ചു കഴിഞ്ഞു. കുറച്ചു നേരം ഇവിടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ എന്നും പറഞ്ഞ് ഭദ്രനവിടെ ഒരു ഒറ്റ കിടപ്പ്. അപ്പോൾ വിലാസിനി പ്രിയ നോക്കി കലക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. കാരണം ഭദ്രനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനും ഗോവിന്ദനും തന്നെയാണ്. അവരാണെങ്കിൽ ഗീതു പറയുക, കണ്ണേട്ട വീട്ടിലോട്ട് പോയിക്കോ, ഞാൻ ഇവിടെ കിടന്നോളാം, എനിക്കിവിടെ കുഴപ്പമൊന്നും വരില്ല. അപ്പം രഞ്ജു, എന്തൊരു കഷ്ടമായത്. ഗീതു നീ റെഡിയാവുക. എന്താ രഞ്ജു, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, നിന്നെ കാണാതെ ഗോവിന്ദേട്ടന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് പോകുന്നത്. അത് കേട്ടതും സത്യമാണോ കണ്ണേട്ടാ? അത് പിന്നെ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വന്നതാ. എൻ്റെ കണ്ണേട്ടാ, ആരെങ്കിലും കണ്ട എന്തു പറയും? ഒരു കാര്യം ചെയ്, കണ്ണേട്ടൻ പോയി വീട്ടിൽ കിടന്നോ, ഞാൻ ഇവിടെ നോക്കിക്കോളാം. ഞാനിവിടെ കിടക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കുഴപ്പമില്ല, ഞാനിവിടെ ഏതെങ്കിലും വിസിറ്റർ റൂമിൽ കിടന്നോളാം. എന്തായാലും ഇന്ന് ഈ രാത്രി ഇവിടെ നിന്ന് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുക. ഗോവിന്ദേട്ടൻ വല്ലതും കഴിച്ചോ? ഒന്നും കഴിച്ചിട്ടില്ല രഞ്ജു, ആ മുഖം കാണുമ്പോൾ തന്നെ എനിക്കറിയാം. കണ്ണേട്ടനൊന്നും കഴിച്ചില്ലെങ്കിൽ ആ മുഖത്തുണ്ടാവും അതിൻ്റെ വിഷമം. അത് കേട്ടതും അതൊക്കെ ഞാൻ പിന്നെ കഴിച്ചോളാം. ഈശ്വര, ഇവിടുത്തെ ക്യാൻറ്റീനും അടച്ചു കാണുമല്ലോ, ഇനിയിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ വല്ല തട്ടുകടയിൽ നിന്നും തട്ടുദോശ കഴിക്കാം, അതല്ലാതെ വേറെ ഒന്നും കിട്ടില്ല ഗോവിന്ദേട്ടാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഗീതുവിനും കൂട്ടിപ്പോ വല്ലതും കഴിച്ചിട്ട് വാ. അത് വേണ്ട രഞ്ജു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പോയി വല്ലതും കഴിക്ക്, ഇല്ലെങ്കിൽ ഞാനും ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ പറയുക. ഗീതു നീ ചെല്ല്, ഗോവിന്ദേട്ടനെയും കൂട്ടി ചെല്ല്. അപ്പോൾ ഗീതു ഗോവിന്ദനെയും കൂട്ടി പോവുക. ഈ സമയം രഞ്ജു ആണെങ്കിൽ ഭയങ്കര ചിരി. പാവം, എൻ്റെ ഗോവിന്ദേട്ടന് ഗീതുവിനെ ഭയങ്കര ഇഷ്ടമാണ്, ഒട്ടും വെറുക്കാൻ പറ്റാത്ത ഇഷ്ടം. ദൈവമേ, ആ ഇഷ്ടം ഗീതു മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം തട്ടുകടയിൽ ഗോവിന്ദ് ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അതെ, സത്യം പറ, ഈ പാതിരാത്രി നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വന്നേ? അത് കേട്ടതും അത് പിന്നെ പേടിച്ചിട്ട്. എന്തിനാ പേടിക്കുന്നേ? കിഷോർ എന്ന് പറയുന്നവനെ നിന്നെ എന്തെങ്കിലും ചെയ്താലോ ഹോസ്പിറ്റലിൽ വന്ന്? അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം, എനിക്കൊരു കുഴപ്പം പറ്റില്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാലോ, പിന്നെ എന്തിനാ ഈ പാതിരാത്രി ഓടി വന്നേ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്കെന്ത് സംഭവിക്കാനാ? എനിക്കൊന്നും സംഭവിക്കില്ല, നിനക്കൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ ഈ പെടാപ്പാട് വിടുന്നത്.
അപ്പം എൻ്റെ കാര്യത്തിലും കെയറിങ് ഒക്കെ ഉണ്ട്. അത് പിന്നെ പ്രത്യേകം പറയണോ? നീ ഇല്ലാതെ എനിക്ക് പറ്റുമോ ഗീതു? എനിക്ക് നിന്നെ ആവശ്യമാണ്. ഓ അപ്പം എന്നെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയണം. ഈ സമയം ഗോവിന്ദ് ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതു ആലോചിക്കുക, അന്നും ഇതുപോലൊരു ദിവസം രാത്രി ഗോവിന്ദേട്ടനും ഞാനും ഒരുമിച്ച് ഇങ്ങനെ നടക്കാൻ വന്നു. ആ സമയത്ത് ഗോവിന്ദേട്ടൻ്റെ മുഖമായിരുന്നു എന്നെപ്പോലെ ഇരുന്നേച്ചത്. കാരണം ഞാൻ ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അന്ന് കണ്ണേട്ടൻ എന്നോട് പറയാൻ ആഗ്രഹിച്ചിരുന്നോ? അതുകൊണ്ടാണോ കണ്ണേട്ടൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്നത്? എന്തായാലും അതെന്താണെങ്കിലും ഇന്നത്തോടെ കണ്ണേട്ടൻ എന്നോട് തുറന്നു പറയും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദ് ഭയങ്കരമായിട്ട് വെട്ടി വിഴുങ്ങും. ഓ, ഈ മനുഷ്യൻ്റെ ചിന്ത മുഴുവനും തീറ്റയിലാണെന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ മനസ്സിലുള്ളത് മുഴുവനും തീറ്റയിലോടെ തീർക്കുമെന്നാണ് തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴേക്കും ഗോവിന്ദന് നിറയെ കയറി ഗോവിന്ദനോട് എന്നാ ഈ കട്ടൻ കാപ്പി കുടിച്ചോ. അപ്പോൾ ഗോവിന്ദൻ്റെ വായ പൊള്ളി. എന്താ പൊള്ളിയോ? ഇല്ല, ഇപ്പം പൊള്ളിയിരുന്നാനെ. ദേ നീ കൊതി വിട്ടോ, ഒന്ന് പോ മനുഷ്യ. ഞാൻ ആവശ്യത്തിന് വയറ് നിറച്ച് കഴിച്ചതാ, പിന്നെ ഞാൻ എന്തിനാ കൊതി വിടുന്നേ? അല്ല പെട്ടെന്ന് കഴിക്കും. എന്തായാലും കണ്ണേട്ടൻ ഇന്നത്തോടെ എൻ്റെ മുന്നിൽ മനസ്സ് തുറക്കും, അതുറപ്പാ. അതെ കണ്ണേട്ടാ, ഇന്നത്തോടെ കണ്ണേട്ടൻ്റെ മനസ്സിൽ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദ് കഴിച്ചു കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് പോവാം. അതെ, ഈ പാതിരാത്രി തട്ടുകടയിൽ നിന്ന് ദോശയും കഴിച്ച് കയ്യും പിടിച്ചിങ്ങനെ നടക്കാൻ നല്ല സുഖമല്ലേ? ഇപ്പോൾ ഒരു മഴയും കൂടെ പെയ്താൽ എന്ത് രസമായിരിക്കും. അതെ, പനിനീർത്തുള്ളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പാട്ടൊക്കെ പാടുവാണേ. അപ്പോഴേക്കും ഗോവിന്ദ്, ആഹാ നീ നല്ല സന്തോഷത്തിലാണല്ലോ ഗീതു. അത് പിന്നെ സന്തോഷമില്ലാതിരിക്കുമോ? പട്ട പകൽ പൊരിഞ്ഞ വെയിലത്ത് നടക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് ഈ ഇരുട്ടത്ത് കണ്ണേട്ടൻ്റെ കയ്യും പിടിച്ച് നടക്കാൻ. ആ അത് ശരിയാ. കണ്ണേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ഗീതു ചോദിക്കണം. അത് പിന്നെ പറയാനുണ്ട്. അതെ, കണ്ണേട്ടൻ എന്നോട് പറയാനുണ്ട്. അന്ന് ഞാൻ കിഷോറിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കണ്ണേട്ടൻ്റെ മനസ്സിലുള്ളത് എന്നോട് പറയാതിരുന്നത്. ഇന്ന് എന്തായാലും കണ്ണേട്ടൻ അത് എന്നോട് പറയും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദനോട്, അതെ പറ കണ്ണേട്ടാ, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോ, ഞാൻ കേൾക്കാൻ തയ്യാറാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗോവിന്ദ്, അത് പിന്നെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഫോൺ അടിക്കുക. ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ എടുത്തു നോക്കിയപ്പോൾ രാധികാമ്മ. ആരാ കട്ടുറുമ്പ്? വേറെ ആര്? രാധികാമ്മ. അത് കേട്ടതും ഓ എനിക്കല്ലെങ്കിലും തോന്നി, അതെ ഈ ഫോൺ ഇപ്പോൾ എടുക്കുന്നില്ല. ഞാൻ അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, എടുക്കുന്നില്ല എന്ന്. എന്തായാലും ഞാനിപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുകയാണെന്ന് ടെൻഷൻ അടിച്ച് രാധികാമ്മ ഒരുപാട് നേരം ഉറങ്ങാണ്ടിരിക്കും. അങ്ങനെ ഇരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഫോൺ മനഃപൂർവ്വം എടുക്കാതിരുന്നത് എന്നും പറയുവാണ്. ഇത് കേട്ടതും ഗീതുവിന് ദേഷ്യം വരിക. ഗീതു മുന്നോട്ട് നടക്കുക. ഗീതു എന്താ നീ ഇത്ര സ്പീഡിൽ പോകുന്നേ? അതെ, ഞാനേ ഇപ്പോൾ സ്പീഡിൽ തന്നെ പോകാൻ പോവുക. ഒന്നെങ്കിൽ ഞാൻ മുന്നിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പുറകിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പുറകിൽ ഞാൻ മുന്നിൽ. ഇതെന്താ ഗീതു, രണ്ടും ഒന്ന് തന്നെയല്ലേ? ഓ രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ ഒന്ന് തന്നെ എന്നും പറഞ്ഞ് ഗീതു ഭയങ്കര ദേഷ്യത്തിൽ പോവുക. ഗീതു നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും. അങ്ങനെ പോയാലെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്നും പറഞ്ഞ് ഗീതു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ ഗോവിന്ദ് ചോദിക്കുക, എൻ്റെ ഗീതു ഇത്ര നേരം നിനക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ, ഇപ്പം ഇതെന്താ പറ്റിയേ? അതെ, മുകളിലത്തെ ആകാശത്തിൽ ഒരു വാൽ നക്ഷത്രം ഉദിച്ചു. ആ വാൽ നക്ഷത്രം പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പർവ്വതമായിട്ട് ഇങ്ങനെ നിൽക്കുക. ആ ദേഷ്യ. ഇവൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവളെന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോകുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതു നേരെ പോയി ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് ചെന്നു. ഗീതു എന്താ നിൻ്റെ പ്രശ്നം? നീ ഇത്രയും നേരം നല്ല ജോളി അടിച്ച് എൻ്റെ കൂടെ നടന്നതാ, പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയേ? എന്താണെങ്കിലും എന്നോട് പറ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല ഗീതു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിനക്ക് എന്താ പറ്റിയത്? എന്താണെങ്കിലും പറ കണ്ണേട്ടാ. എനിക്കൊന്നുമില്ല, എനിക്കെന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്നൊക്കെ അവിടെ നിൽക്കട്ടെ. കണ്ണേട്ടൻ്റെ മനസ്സിലെന്താ, അതെന്താണെങ്കിലും എന്നോട് തുറന്നു പറ. അതിനു വേണ്ടിയല്ലേ ഞാൻ കാത്തിരിക്കുന്നേ എന്നും ഗീതു ചോദിക്കുക. ഇത് കേട്ടതും ഗോവിന്ദ്, തുറന്നു പറഞ്ഞാലോ? എൻ്റെ മനസ്സിലെ ഇഷ്ടം ഇവളോട് ഞാൻ തുറന്നു പറഞ്ഞാലോ? ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെന്നെ തെറ്റിദ്ധരിക്കുമോ? ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, വേണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗീതു, പറയട്ടെ, എൻ്റെ കണ്ണേട്ടൻ്റെ മനസ്സിലെ ഇഷ്ടം എന്നോട് തുറന്നു പറയട്ടെ, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. പറ കണ്ണേട്ടാ, എന്നോട് പറ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് ഗീതുവിൻ്റെ മുഖത്തേക്ക് ഗോവിന്ദും രണ്ടുപേരും ആകാംക്ഷയോടെ നോക്കുകയാണ്. ഗോവിന്ദൻ എന്തായിരിക്കും ഗീതുവിനോട് പറയാനുള്ളത്? അതെ, ഗീതുവിനോടുള്ള ഇഷ്ടം ഗോവിന്ദ് തുറന്നു പറയുമോ? ഇനി പറയാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവസാനം ഗീതുവിനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. അതേ പ്രേക്ഷകർ, ഇനി വരാൻ പോകുന്നതാണ് തകർപ്പൻ വിശേഷം. ഗീതുവിനോടുള്ള ഇഷ്ടം ഗോവിന്ദ് തുറന്നു പറയുകയാണെങ്കിൽ പിന്നെ ഗീതുവിന് ഒന്നും നോക്കാനില്ല. സത്യമായിട്ടും ഗോവിന്ദന് ഇഷ്ടമുണ്ട്, എന്നാൽ ഗീതുവിനെ പേടിച്ചിട്ടാണ് ഗോവിന്ദ് അത് തുറന്നു പറയാത്തത്. അങ്ങനെ പറയാതിരുന്നാൽ ആ അവസരം രാധികാമ്മ മുതലെടുക്കും.
കോടതിയിൽ കിഷോറും ഗീതവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഗോവിന്ദന് ഡിവോഴ്സ് മേടിച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാധിക. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.